എമ്പുരാൻ വെല്ലുവിളിയാണെന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു ഇന്റർവെല് പഞ്ച് കണ്ടിട്ട് എനിക്കൊരു എമ്പുരാൻ ഒരു വെല്ലുവിളി പോലെയാണ്. ഗെയിമിങ്ങിന്റെ പരിപാടിയാണ്. ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഈ പടം. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ത്രില്ലർ മൂവിയാണ്. അത് ഹൈഡ് ആൻഡ് സീക്ക്. വില്ലന്മാർ ഒളിച്ചിരുന്നിട്ട് കളിക്കുന്ന പ്ലേ അത് മമ്മൂട്ടി അതിനെ ഫോളോ ചെയ്യുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ട ഒരു ഇതാണ്. പിന്നെ നമ്മുടെ കലു ഡെന്നീസിൻ്റെ മോൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പടം, അതിൻ്റെ ഒരു ത്രില്ല് അയാളുടെ ഒരു എല്ലാവരും എഫോർട്ട് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ബിജിഎം നല്ല പക്കയാണ്. ബിജിഎം അടിപൊളിയാണ് കേട്ടോ. അത് എടുത്ു പറയുന്ന ഒരു സ്പെഷ്യലിയാണ് തോന്നുന്നത്. നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എത്തിയിട്ടില്ല പടം. ഒരു ഇന്റർവെൽ പഞ്ചിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. എല്ലാവരും ബി ജി എം അല്ല, സൂപ്പർ ബി ജി എം. മമ്മൂട്ടിയുടെ ഫൈറ്റും സൂപ്പറാണ്. പക്ഷേ ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഈ പടം. ഇന്റർവെല്ലിന് ശേഷമാണ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുവരെ നല്ലൊരു ഇന്റർവെൽ പഞ്ചിലാണ് നിർത്തിയിട്ടുള്ളത്. അതൊരു അടിപൊളി പഞ്ചുമാണ്. അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. എന്തായാലും നല്ലൊരു ഇതുണ്ട്. എമ്പുരാൻ വെല്ലുവിളിയാണെന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു ഇന്റർവെല് പഞ്ച് കണ്ടിട്ട് എനിക്കൊരു എമ്പുരാൻ ഒരു വെല്ലുവിളി പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലൊരു നല്ലൊരു സ്റ്റോറി കിടപ്പുണ്ടായിരുന്നു. കാരണം ഇതുവരെ ഒരു സസ്പെൻസ് ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് തരാം. കുഴപ്പമില്ല, നല്ല മൊത്തത്തില് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി സ്റ്റൈലിഷ് കുഴപ്പമില്ല. ഗെയിമിങ്ങിന്റെ പരിപാടിയാണ്. അറിയില്ല, ഇപ്പൊ കണ്ടു കഴിഞ്ഞാലല്ലേ പറയാം. കുഴപ്പമില്ല. അതിൻ്റെ മേക്കിംഗ് ആണ് നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ്. ഫുള്ള് മറ്റേ ഗിമ്മിക്സ് അല്ലെങ്കിൽ ഗിമ്മിക്സ് പരിപാടിയാണ്. സ്ലോ മോഷൻ ഗിമ്മിക്സ് ആണ് മൊത്തത്തിൽ കാണിച്ചേക്കണേ. ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് കണ്ടിരിക്കുക. നമ്മളൊരു നല്ല ക്രൗഡുള്ള തിയേറ്ററിലാണ്. നല്ലൊരു അത്യാവശ്യം ഓളം വെച്ച് ഫാൻസിനൊക്കെ എൻജോയ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഇൻട്രോവൽ പഞ്ച് ആണെങ്കിലും മമ്മൂട്ടി ഭയങ്കര സെറ്റപ്പിലാണ് വന്നേക്കണം. ഒരു സ്റ്റൈലിഷ് ലുക്കാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ഈ ഏജിൽ മമ്മൂട്ടിനെ പ്രസൻറ്റ് ചെയ്തേക്കണത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു ഗെയിം ത്രില്ലർ എന്ന് പറയില്ലേ നമ്മൾ, അതേപോലത്തെ ഒരു പരിപാടിയാണ്. ഗൗതം വാസുദേവനാണ് മൊത്തത്തിൽ പടം ലീഡ് ചെയ്ത് കൊണ്ടുപോകണത്. നന്നായിട്ടുണ്ട്. എന്തൊരു സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിക്ക് നല്ല രീതിക്കാണ് പോണേ. ഫൈറ്റ് കാര്യങ്ങളുണ്ട്. മമ്മൂട്ടിക്ക് ഫൈറ്റ് കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് സ്ലോ മോഷനിൽ അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. ഫാൻസിനൊക്കെ ആഘോഷിക്കാനുള്ള ഒരുപാടുണ്ട്.